പേര് അനുരൂപ വിനോദ്. കോഴിക്കോട് കുന്നമംഗലം സ്വദേശിനിയാണ്. RCMൽ എമറാൾഡ് ഫാമിലിയാണ്. വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. കാരണം നമ്മുടെ RCMലെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു ബ്രാൻഡ്, ഒരു സെഗ്മെന്റ് ന്യൂട്രിചാർജ്, അതിന്റെ ഈ ഒരു മഹോത്സവം നടക്കുകയാണ് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമില്. അതിന്റെ 8ാം ദിവസത്തില് എനിക്കിവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഒരു ചാൻസ് എനിക്കായിട്ട് തന്ന എന്റെ എന്താ പറയാ ഗുരുതുല്യനായിട്ട് ഞാൻ കണക്കാക്കുന്ന പ്രിയപ്പെട്ട രാജൻ സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മളൊരു ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആദ്യമായിട്ട് എഴുതാൻ പഠിപ്പിച്ച, അല്ലെങ്കിൽ എന്താ പറയാ കൈപിടിച്ച ആദ്യാക്ഷരം പറഞ്ഞു തന്ന ആളെയൊക്കെ നമ്മൾ ഗുരു എന്ന് കണക്കാക്കും. സത്യം പറഞ്ഞാൽ RCMൽ എന്നെ നമുക്ക് ഏതൊരാൾക്കും ഒരു വ്യക്തിയോട് സംസാരിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ ഒരു 4 ആൾ ഇരിക്കുന്ന ഒരു വേദിയിൽ നിന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞാല് അത് എല്ലാവരെ കൊണ്ടും സാധിക്കുന്ന ഒന്നല്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ആദ്യമായിട്ട് എന്റെ മൈക്ക് RCMലിന്റെ 3 അക്ഷരം പറയാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് മൈക്ക് എന്റെ കൈകളിലേക്ക് തന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ രാജൻ സാർ എന്ന് പറയുന്നത്. അത് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ആദ്യമായിട്ട് എന്നോട് സംസാരിക്കണമെന്ന് രാജൻ സാറിന്റെ മീറ്റിംഗിലേക്ക് പോകുന്ന സമയത്ത് ഭയങ്കര പേടിയായിരുന്നു. കാരണം സ്റ്റേജിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പറയും. അതുകൊണ്ട് തന്നെ എന്നോട് ഒരു പ്രാവശ്യം അദ്ദേഹം ചോദിച്ച ഒരു സെന്റൻസ് ഉണ്ട്. അതെന്റെ മനസ്സിൽ ഇപ്പോഴും വളരെ എന്താ പറയുക ഫയർ പോലെ എനിക്ക് മോട്ടിവേഷൻ തന്നുകൊണ്ടിരിക്കുന്ന ഒരു സെന്റൻസ് ആണ്. കേരളത്തിന്റെ വടക്കേ അറ്റം കാസർഗോഡ് മുതൽ തെക്കേ അറ്റം തിരുവനന്തപുരം വരെ ഉള്ള ജില്ലകളിലെ സ്റ്റേജുകളിലൂടെ മൈക്ക് പിടിച്ച് സംസാരിക്കുന്നത് ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. നിങ്ങളുടെ ഫാമിലി ആളുകളുടെ ഇടയിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും വളരെ പ്രൗഡോട് കൂടിയിട്ട്, വളരെ ബഹുമാനത്തോട് കൂടിയിട്ട് നിങ്ങളെ കാണുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ ഒരു സെന്റൻസ് സത്യം പറഞ്ഞാൽ ക്രോസ് ലൈൻ ആണെന്നോ ഡൗൺ ലൈൻ ആണെന്നോ അപ്പ് ലൈൻ ആണെന്നോ ഒന്നും നോക്കാതെ, ആരാണെന്ന് പോലും നോക്കാതെ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിത്വം. അദ്ദേഹത്തെയും ഫാമിലിയെയും ഞാൻ വളരെയധികം ആരാധിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു ഫാമിലി തന്നെയാണ്. അപ്പൊ താങ്ക് യു ഡോക്ടർ രാജൻ സാർ, താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മുടെ ഗ്രേറ്റ് സഫേർ ആൻഡ് ഫാമിലി എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട്, മറ്റു എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനോടും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു സെഷനിലേക്ക് കിടക്കാം. ഏറ്റവും അധികം വേദനകൾ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ RCMലുള്ള ഒരു പ്രൊഡക്റ്റാണ് സത്യം പറഞ്ഞ ന്യൂട്രിചാർജ് BJ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരിലും സന്തോഷം നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് കൊണ്ട് നമുക്ക് പറ്റും. ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ജീവിതത്തില് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് ഒരു സ്ത്രീയെ കവി പോലും വർണ്ണിക്കുന്നത് അവരുടെ നടത്തത്തിന്റെ സൗന്ദര്യം വരെ വർണ്ണിക്കാറുണ്ട് കവികളൊക്കെ. ആ ഒരു നടത്തത്തിന്റെ താളാത്മകത തെറ്റുന്നത് നമ്മുടെ കാലിനോ കൈക്കോ മുട്ടിനോ ഒക്കെ ജോയിന്റ് പെയിനൊക്കെ വരുന്ന സമയത്ത് ആ ഒരു സൗന്ദര്യമൊക്കെ അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പൊ മനസ്സിലാവും ഏജ് ആയി തുടങ്ങി, അല്ലെങ്കിൽ മുട്ടൊക്കെ പണിയായി തുടങ്ങി, നടത്തം ഒരു ഏങ്കോണിച്ചുകൊണ്ടുള്ള നടത്തമൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താ പറയാ നെട്ടും ബോൾട്ടും ഒക്കെ ലൂസായി തുടങ്ങി, ശരീരത്തിന്റെ സർവീസിനുള്ള സമയമായി എന്നൊക്കെ തോന്നുന്നത്. സത്യം എന്ത് ചെയ്യണമെന്നറിയാതെ ആളുകൾ നെട്ടോട്ടം ഓടുമ്പോൾ മരുന്നിനെ ആശ്രയിക്കുന്ന സമയത്ത് നമ്മൾ RCMകാരെ സംബന്ധിച്ച് ന്യൂട്രിചാർജിലെ ഈ BJ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അനുഗ്രഹമായിട്ടുള്ള ഒരു ഉൽപ്പന്നം തന്നെയാണ്. നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഉൽപ്പന്നത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. RCM മെഗാചാർജ് ന്യൂട്രിചാർജ്. നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് RCMലെ ന്യൂട്രിചാർജ് ബ്രാൻഡിൽ വരുന്ന ന്യൂട്രിചാർജ് BJ എന്ന പ്രൊഡക്റ്റ്, അതായത് ആ ഒരു ഉൽപ്പന്നത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂട്രിചാർജ് എന്ന ബ്രാൻഡ്, അതിന്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ലോകത്തിലെ തന്നെ മികച്ച ഒരു ബ്രാൻഡ് ന്യൂട്രിചാർജ്. ഒരുപാട് അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള ബ്രാൻഡാണ് ന്യൂട്രിചാർജ്. അത് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഗിന്നസ് വേൾഡ് റെക്കോർഡ് 2015, ഇന്ത്യസ് മോസ്റ്റ് പ്രോമിസിംഗ് ബ്രാൻഡ് അവാർഡ് 2013-14, 2015 ഏഷ്യ ആൻഡ് GCC വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് ബ്രാൻഡ്, ദി എക്കണോമിക് ടൈംസ് ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡ് അവാർഡ് 2016. ഇത്രയും അവാർഡുകൾ നേടിയിട്ടുള്ള ഒരു ബ്രാൻഡ്. നമുക്കറിയാം മെഡിസിൻസ്, അതായത് മരുന്നുകൾ ഇറക്കുന്ന ഒരുപാട് കമ്പനികൾ രാജ്യത്തുണ്ട്. എന്നാൽ ഫുഡ് സപ്ലിമെന്റ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ബ്രാൻഡ്, ഭക്ഷണമാണ് മരുന്ന് എന്ന് ഇത് കഴിച്ച് ആരോഗ്യവാനായി മാറുന്ന ഏതൊരു മനുഷ്യനും ഉറക്കെ വിളിച്ചു പറയാൻ തോന്നിപ്പോകുന്ന ഒരു ബ്രാൻഡ്. സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് ഞങ്ങൾ എന്താ ഭക്ഷണം കഴിക്കുന്നില്ലേ, പണ്ട് മുതലേ ഭക്ഷണം കഴിച്ചിട്ടല്ലേ ജീവിച്ചത് എന്നൊക്കെ ഒരുപാട് സംശയങ്ങളാണ് ഫുഡ് സപ്ലിമെന്റ്സ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മളോട് തിരിച്ചു പറയാം.
പക്ഷെ ഇതേ മനുഷ്യര് ഡോക്ടേഴ്സ് കൊടുക്കുന്ന അയൺ ഗുളികകള്, കാൽഷ്യം ഗുളികകള്, ഫോളിക് ആസിഡ് ഗുളികകള്, മാഗ്നീഷ്യം, സോഡിയം ടാബ്ലറ്റ്സ്, മൾട്ടി വൈറ്റമിൻസ് ഗുളികകൾ തുടങ്ങി എന്ത് വേണമെങ്കിലും കഴിക്കാൻ വില്ലിങ് ആണ്. ഇതെല്ലാം സപ്ലിമെന്റ്സ് ആണെങ്കിലും അത് എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല, ഫാർമസ്യൂട്ടിക്കൽ വിഭാഗത്തിൽ വരുന്നതാണ് അങ്ങനെയുള്ള ടാബ്ലറ്റ്സ് എല്ലാം. എന്നാൽ നമ്മുടെ ന്യൂട്രിചാർജ് പ്രൊഡക്ട്സിനെ സംബന്ധിച്ച് നമ്മുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ മേഖലയിൽ വരുന്നതാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. ന്യൂട്രാസ്യൂട്ടിക്കൽ സപ്ലിമെന്റുകൾ എന്നാൽ പ്രകൃതിദത്തമായ ഭക്ഷണങ്ങൾ, ചെടികൾ, സസ്യവിത്തുകൾ എന്നിവയിൽ നിന്ന് നിർമ്മിക്കുന്നതാണ്. എന്നാൽ നമ്മൾ ശരിക്കും കൃത്യമായിട്ട് മനസ്സിലാക്കണം, കൃത്രിമമായി നിർമ്മിച്ച രാസവസ്തുക്കൾ, അതായത് സിന്തറ്റിക് കെമിക്കൽസ് ഉപയോഗിച്ചാണ് ഫാർമസ്യൂട്ടിക്കൽ സപ്ലിമെന്റുകൾ നിർമ്മിക്കുന്നത്. രോഗങ്ങൾ മാറാനാണ് ഫാർമസ്യൂട്ടിക്കൽ ഉപയോഗിക്കുന്നതെങ്കിൽ രോഗങ്ങൾ വരാതിരിക്കാനാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ ഉപയോഗിക്കുന്നത്. രണ്ടിന്റെയും ഗുണങ്ങൾ വ്യത്യസ്തമാണ്. ന്യൂട്രാസ്യൂട്ടിക്കൽ ശരീരത്തിന് പോഷണം നൽകുന്നതോടൊപ്പം ആരോഗ്യകരമായ ജീവിത ശൈലി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ശരീരത്തിൽ നിലവിൽ നമുക്ക് വന്നിട്ടുള്ള രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന വിഭാഗമാണ് ഫാർമസ്യൂട്ടിക്കൽ. ഈ ഫാർമസ്യൂട്ടിക്കലിന്റെ നിരന്തരമായ ഉപയോഗം ആന്തരിക അവയവങ്ങളെ ബാധിക്കുകയും ചെയ്തേക്കാം. അങ്ങനെയുള്ള ഒരു കാര്യമുണ്ട് അതില്. അതുകൊണ്ടാണ് പല മരുന്നുകളും ഒരുപാട് കാലം കഴിച്ചിട്ട് കിഡ്നിയും ലിവറും പോയ ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ഉണ്ട് എന്ന് മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകൾ വരെ പറയാറുണ്ട്. അത് മാത്രമല്ല, ഫാർമസ്യൂട്ടിക്കൽ ടാബ്ലറ്റ്സ് കഴിക്കുന്ന ഒരു വ്യക്തി ടാബ്ലറ്റ് കഴിച്ചിട്ട് ആദ്യം 6 മണിക്കൂറിനുള്ളിൽ ആദ്യം ഒഴിക്കുന്ന ആ ഒരു യൂറിന് ഒരുതരം അസഹ്യമായൊരു നാറ്റവും കളറും കണ്ടുവരാറുണ്ട്. നമ്മുടെ ന്യൂട്രിചാർജ് വുമന്റെ വലിപ്പം, ഇത്രയും വലിയ ടാബ്ലറ്റ് കഴിക്കാൻ വയ്യ എന്ന് പറയുന്ന ഏതൊരു വ്യക്തിയും ഓർക്കുക, നിങ്ങൾ അതൊന്ന് കഴിച്ചു നോക്കൂ. ഇങ്ങനെ നിങ്ങൾ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ യാതൊരു തരത്തിലുള്ള കളറോ ഒരു സ്മെല്ലോ ഒന്നും ഉണ്ടാവാറില്ല. കാരണം നമ്മൾ കഴിച്ചത് എന്താ പറയാ, നമ്മുടെ ഫ്രൂട്ട്സിന്റെ ബ്ലൻസ് അടങ്ങിയ പഴച്ചാറുകൾ അടങ്ങിയ ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. ഫുഡ് സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ന്യൂട്രാസ്യൂട്ടിക്കൽ വരുന്ന നമുക്ക് വിശ്വസിച്ച് കഴിക്കാവുന്ന നമ്മുടെ ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. പക്ഷെ ഇങ്ങനെയെല്ലാം നോക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഭക്ഷണവും ആവശ്യമാണ്, നമ്മൾ കഴിക്കുന്ന സപ്ലിമെന്റ് ആണല്ലോ. പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോൾ പോഷകപ്രദമായ പല കാര്യങ്ങളും, നമുക്ക് പോഷകപ്രദമായ ഹെൽത്തി ഫുഡ് നമ്മൾ കഴിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചിരിക്കണം. ഇല്ലെങ്കിൽ രോഗങ്ങൾ പിടിപെടും എന്നത് വളരെ പരമമായ ഒരു സത്യമാണ്. കാരണം എന്താണെന്നറിയോ, ഈ ക്യാൻസർ ബാധിച്ച് ഉള്ള ഒരു വ്യക്തിയോട് നമ്മൾ ആരെങ്കിലും ഒന്ന് പോയി ചോദിച്ചു നോക്കൂ, എന്ത് മരുന്നാണ് ഡോക്ടർ തന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയാൻ എന്താണെന്നറിയോ, കാര്യമായിട്ടൊന്നും മരുന്നൊന്നും കഴിക്കാനില്ല, കുറച്ച് വൈറ്റമിൻസ്, മിനറൽസ്, ടാബ്ലറ്റ്സ് ഒക്കെയാണ് തന്നതെന്നാണ് പറയുക. അത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യമാണത്. കാരണം അതുകൊണ്ടുള്ള കുറവ് കൊണ്ടാണ് ഈ അസുഖം വരുന്നത് എന്നുള്ള ഒരു നഗ്ന സത്യമാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ തെളിയുന്നത്. അല്ലാതെ മരുന്ന് ക്യാൻസറിന് ഇല്ല. അപ്പോൾ സാധാരണ നമുക്കൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പോഷകം ഉള്ള കാര്യങ്ങള് കൃത്യമായിട്ട് 7 വെൽനെസ് ന്യൂട്രീഷൻ നമ്മുടെ ശരീരത്തിൽ എത്തിയിരിക്കണം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണത്. നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം, കാർബോഹൈഡ്രേറ്റ്സ് വേണം, ഫാറ്റ് വേണം, പ്രോട്ടീൻ വേണം, വൈറ്റമിൻസ് വേണം, മിനറൽസ് വേണം, ഫൈബർ വേണം. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ബോഡിയിൽ വേണം. പക്ഷേ ഇതില് ഈ വെള്ളം എന്ന് പറയുന്നത് നമുക്ക് ദാഹം വരുമ്പോ, അതായത് സാധാരണ നമുക്കൊക്കെ വെള്ളം ദാഹിച്ചാൽ വായ വരണ്ട് അല്ലെങ്കിൽ നാക്ക് വരണ്ട്, എനിക്ക് വെള്ളം ദാഹിക്കുന്നുണ്ട് എന്ന് നമ്മളുടെ ഉള്ളിൽ ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ വെള്ളം എടുത്ത് കുടിക്കുകയും ചെയ്യും. എന്നാൽ നമ്മുടെയൊക്കെ ശരീരത്തിൽ വേണ്ടത്ര വെള്ളം കിട്ടുന്നുണ്ടോ എന്നുള്ളത് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അതും മാറ്റി വെച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ശരീരത്തിൽ വേണ്ടത്ര പോഷകങ്ങൾ ലഭിച്ചില്ല എങ്കിൽ, വെള്ളം അവിടെ നിൽക്കട്ടെ, ബാക്കി പോഷകങ്ങൾ ലഭിച്ചില്ല എങ്കിൽ പോലും ഇതുപോലെ ദാഹിക്കോ? വെള്ളത്തിന് ദാഹിച്ച പോലെ എങ്ങനെയാണ് ശരീരം പ്രതികരിക്കുക? പല തരത്തിലുള്ള രോഗങ്ങളായിട്ടാണ് അത് പ്രതികരിക്കുക. ക്ഷീണം വന്നേക്കാം, ഷുഗർ പ്രഷറും ഒക്കെ ഒരുപക്ഷെ നമ്മുടെ ഭക്ഷണ രീതി അനുസരിച്ച് കൂടിയേക്കാം, കുറഞ്ഞേക്കാം. എല്ല് തേയ്മാനം വന്നേക്കാം, എപ്പോഴും കിടക്കണം എന്ന് തോന്നിയേക്കാം, കണ്ണിന് അല്ലെങ്കിൽ സ്ട്രെയിൻ വന്നേക്കാം, കണ്ണിന് മങ്ങൽ വന്നേക്കാം, ശരീരത്തിന് തളർച്ച വന്നേക്കാം, മുട്ടുവേദനയായിട്ട് വന്നേക്കാം, എല്ലിന് ഉറപ്പില്ലായ്മ വന്നേക്കാം, തേയ്മാനം വന്നേക്കാം. പലവിധ പ്രശ്നങ്ങളായിട്ടാണ് അത് ഇങ്ങനെ ശരീരം റിപ്പോർട്ട് ചെയ്യുക. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. നമുക്ക് ഒരിക്കലും വൈറ്റമിൻസിനോ, മിനറൽസിനോ, പ്രോട്ടീനോ, ഫാറ്റിനോ, ഫൈബറിനോ, കാർബോഹൈഡ്രേറ്റ്സിനോ വേണ്ടിയിട്ട് ദാഹിച്ച ചരിത്രമില്ല. അപ്പോൾ നമ്മൾ അറിഞ്ഞ് കണ്ട് നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കണം എന്ന് തന്നെയാണ് നമ്മൾ അതിന് മനസ്സിലാവുന്നത്. അപ്പോ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം നമ്മൾ കഴിക്കണം എന്ന് പറയും. പക്ഷെ കൃത്യമായ അളവിൽ ഈ 7 പോഷക ഘടകങ്ങൾ ഇതിൽ കാണുന്ന ഫാറ്റ് എന്ന് കാണുമ്പോൾ ആരും ഭയപ്പെടേണ്ടതില്ല. പക്ഷെ ഫാറ്റ് ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിൽ വേണമല്ലോ. അപ്പോൾ അത് വേണ്ട ഘടകം തന്നെയാണ്. അത് കൂടിപ്പോയാലാണ് പ്രശ്നം. എല്ലാം തികഞ്ഞ അളവിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്.
എങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യമുള്ള ഒരു ശരീരം എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ RCMകാർ പറയാറുണ്ട് PVMF ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചിട്ട്. അപ്പൊ മുകളിൽ കാണുന്ന ഒരു PVMF ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കാരണം ബാക്കി വരുന്ന കാർബോഹൈഡ്രേറ്റ്സും വാട്ടറും ഫാറ്റും ഒക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെ നമുക്ക് ഓൾറെഡി കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ പ്രോട്ടീൻ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ, ഫൈബർ ഉള്ള ഭക്ഷണമാണോ നമ്മൾ കഴിക്കുന്നത്? മൈദ പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് മോഷൻ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ശരീരാകെ താറുമാറ് ആകുന്ന ഒരു സ്ഥിതിയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് PVMF ബ്രേക്ക്ഫാസ്റ്റിന് ഇത്രയധികം പ്രാധാന്യം നമ്മൾ RCMകാർ ഉയർത്തി കാണിക്കുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്. ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ഫോർ നീ ജോയിന്റ്സ് ആൻഡ് ബോൺ ഹെൽത്ത്. നമ്മുടെ ന്യൂട്രിചാർജ് BJ എന്ന് പറയുന്ന ഈ ഒരു ഉൽപ്പന്നം, ഇത് ന്യൂട്രീഷൻ സപ്ലിമെന്റ് ആണ്, പോഷകമാണ്. ജോയിന്റ് ഹെൽത്തിനും എല്ലിനും നമ്മുടെയൊക്കെ സന്ധികളുടെയും അസ്ഥികളുടെയും ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോഷക സപ്ലിമെന്റ് ആണ് ഈ ന്യൂട്രിചാർജ് BJ എന്ന് പറയുന്നത്. ഇത് മരുന്നല്ല, ഇത് വരുന്നത് ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെയുള്ള ഈ ഒരു പാക്കറ്റിലാണ്. ഇതിനകത്ത് ടാബ്ലറ്റ്സും പൊടിയുടെ രൂപത്തിലും ആണ് കണ്ടുവരുന്നത്. അതായത് 15 ഗുളികകളുള്ള 2 സ്ട്രിപ്പും, അതായത് 30 ഗുളികൾ, 30 ഗുളികകൾ, 30 പൊടിയുടെ സാഷകളും ഇതിൽ ഉണ്ടായിരിക്കും. അതായത് ഒരു മാസത്തേക്ക് നമുക്ക് മുഴുവനും കഴിക്കാനുള്ളത് ഈ ഒരു ഒറ്റ പാക്കറ്റിൽ ഉണ്ടായിരിക്കും. പൊടിയും സാഷയിലെ പൊടിയും ഒരുമിച്ചാണ് നമ്മൾ കഴിക്കേണ്ടത്. പ്യുർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണിത്. പക്ക വെജിറ്റേറിയൻ, പ്യുർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഉൽപ്പന്നം ആർക്കും കഴിക്കാം. അതായത് വെജുകാരാണോ നോൺ വെജ് ആണോ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, ഏതാൾക്കും കഴിക്കാൻ പറ്റിയ ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ന്യൂട്രിചാർജ് BJ എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ളത്, അതായത് വൈദ്യശാസ്ത്രപരമായിട്ട് തെളിയിക്കപ്പെട്ട ഉൽപ്പന്നമാണ്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ആർക്കും കഴിക്കാവുന്നതാണ്. ഈ ഒരു പിക്ചറിലേക്ക് നോക്കൂ. വാട്ട് ഹാപ്പൻസ് വെൻ വി യൂസ് സംതിങ് അലോട്ട്? നമ്മൾ എന്തെങ്കിലും ധാരാളം ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ എന്താ പറയാ, വാഹനങ്ങള് ഒരുപാട് നമ്മൾ ഓടിച്ചു കഴിഞ്ഞാല് ഒരു ഘട്ടം കഴിയുന്ന സമയത്ത് അത് സർവീസ് ചെയ്യാൻ വേണ്ടി കൊടുക്കും. മൊബൈൽ ഫോൺ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന സമയത്ത് അതൊരു നിശ്ചിത കാലഘട്ടം കഴിയുന്ന സമയത്ത് നമ്മൾ മാറ്റിയെടുക്കും, ഇല്ലേ? അപ്പൊ എല്ലാത്തിലും നമ്മൾ സർവീസിങ് അങ്ങനെ നടത്തുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇത്രയും കാലം ഈ ഒരു വയസ്സ് വരെ നമ്മളെ ചുമന്ന് നമ്മുടെ 2 കാലുകൾ, നമ്മുടെ സ്വന്തം കാൽമുട്ടുകൾ നിരന്തര ഉപയോഗത്തിലൂടെ ക്ഷയിക്കുന്നുണ്ട്, ഹാനി സംഭവിക്കുന്നുണ്ട്, നമ്മുടെ മുട്ടുകൾക്കും തേയ്മാനം വരുന്നുണ്ട്. അതായത് അളവിൽ കൂടുതൽ പ്രഷർ നമ്മുടെ കാലിൽ വരികയാണെങ്കിൽ, അല്ലെ, അതേപോലെ തന്നെ നമ്മുടെ മുട്ടിന്റെ ജോയിന്റ്സിനും തേയ്മാനം വന്നേക്കാം. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏത് പ്രകൃതിയിലുള്ള ഏതൊരു വസ്തുവിനും സർവീസിങ് ആവശ്യമുണ്ട്, മെയിൻ്റനൻസ് ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ എല്ലുകളുടെ ഘടനയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഹെൽത്തി ബോൺസ്, മസിൽസ് ആൻഡ് ജോയിന്റ്സ് ഇസ് ഈക്വൽ ടു ആൻ ആക്റ്റീവ് ലൈഫ്. ആക്റ്റീവ് ആയിട്ടുള്ള ജീവിതം, എനർജറ്റിക് ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള എല്ലുകളും സന്ധികളും എന്താ പറയാ നമ്മുടെ മസിൽസും എല്ലാം ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ആക്റ്റീവ് ലൈഫ് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നമ്മുടെ ഈ എല്ലുകളുടെ ഈ ഘടന എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. പ്രായമുള്ള ചില ആളുകളിൽ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഭക്ഷണം പിന്തുടരുന്ന ആളെ സംബന്ധിച്ച് വളഞ്ഞ കാലുകൾ, അല്ലെ, കാലൊക്കെ വളഞ്ഞു പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഘടന മാറിപ്പോകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. പ്രായമാകുമ്പോൾ ആൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് ഈ ഒരു ചിത്രം വ്യക്തമാക്കുന്നുണ്ട്. സത്യം പറഞ്ഞാല് നമ്മുടെ എല്ലുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒരുതരം പ്രോട്ടീൻ മെഷ് കൊണ്ടാണ്. അതായത് കാൽസ്യം, മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കൾ ചേർന്നതാണ് ഈ ഒരു പ്രോട്ടീൻ. നമ്മുടെ എല്ലിന്റെ ഘടനയെ ബലപ്പെടുത്തുന്നത് ഇതാണ്. പ്രായവും എല്ലുകളുടെ ബലവും തമ്മിൽ നോക്കിക്കഴിഞ്ഞാല് പ്രായം കൂടുന്തോറും നമ്മുടെ എല്ലുകളുടെ ബലം സത്യാവസ്ഥ പറഞ്ഞാൽ കുറഞ്ഞു വരുന്നുണ്ട്. ആ ഒരു കുറഞ്ഞു വരല് ചിത്രത്തിൽ 2 തരം എല്ലുകളുടെ മൈക്രോസ്കോപ്പിക് കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ചെറുപ്പക്കാരന്റെ എല്ല്, അതായത് 22 വയസ്സ് ഉള്ള ഒരു വ്യക്തിയുടെ എല്ല്, ഇതിൽ എല്ലിന്റെ ഘടന വളരെ സാന്ദ്രതയുള്ളതും ശക്തവുമായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ടാമത്തെ പിക്ചറിൽ വരുന്നത് പ്രായമായ സ്ത്രീയുടെ എല്ല്. ഇതില് എല്ലിന്റെ ഉൾഭാഗത്ത് വലിയ സുഷിരങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിനെയാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് വിളിക്കുന്നത്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത് എല്ലുകൾ ബലം കുറവായിരിക്കും ഈ ഒരു അവസ്ഥയിൽ, അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ പൊട്ടിപ്പോകുന്നതായിട്ട് കാണാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പ്രായം ചെല്ലുന്തോറും വീണാലൊക്കെ പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നതിന്റെ കാരണം ഇത് തന്നെയാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടാവും നമ്മുടെ എല്ലുകളുടെ ഒക്കെ സ്ഥിതി എന്ന് പറയുന്നത്. Why our knee joints get painful? ഇങ്ങനെ നമ്മുടെ മുട്ടുവേദനയുടെ കാരണം ശരിക്കും എന്താണ്, എന്തൊക്കെയാണെന്ന് നമ്മൾ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഒരു കാല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും കാലം നമ്മെ നടത്തിയത്,
ഈ മുട്ടുകളാണ് അല്ലെ. ഇത്രയും കാലം നമ്മൾ ജീവിതം കണ്ടത് നടന്നത് എല്ലാം ഈ മുട്ടുകളാണ് നമ്മളെ ചുമന്നുകൊണ്ട് നടന്നത്. ഈ സന്ധികളുടെ അമിതമായ ഉപയോഗം കൊണ്ടും നമ്മൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെ, പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടാവും, പലർക്കും പല രീതിയിലൊക്കെ പറ്റിയിട്ടുണ്ടാവും പരിക്കുകളൊക്കെ. അപ്പൊ ആ പ്രായം കൂടുമ്പോൾ സന്ധികളിലെ കാർട്ടിലേജ് തരുണാസ്ഥിക്ക് തേയ്മാനം സംഭവിക്കും. കാർട്ടിലേജ് തേയ്മാനം സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുക? സന്ധികളിലെ എല്ലുകൾ തമ്മിൽ ഉരസുകയും ഇത് വേദനയ്ക്കും മുട്ടുകൾ മടക്കാൻ പ്രയാസവും ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റിഫ്നെസ്, എന്താ പറയാ അതിന്, സ്റ്റിഫ്നെസ്സിന് ഒരു കടുപ്പം സ്റ്റിഫായിട്ട് നിൽക്കുന്ന അവസ്ഥ, മടക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാരണമാകും. ഇത് പടികൾ കയറാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. വേദനകൾ എപ്പോഴും, അതായത് എപ്പോഴും വേദന, നമുക്ക് ഒരുപാട് നിൽക്കുന്ന സമയത്തും വേദന. അത് ശരിക്കും പറഞ്ഞാൽ ഈ വേദന എന്ന് പറയുന്നത് നമുക്ക് സ്വന്തം ഫീൽ ചെയ്താൽ മാത്രമേ, നമുക്ക് അനുഭവപ്പെട്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. മറ്റൊരാളുടെ വേദന, മുട്ടുവേദനയാണ് എനിക്ക് എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു ഡെപ്ത് നമുക്ക് മനസ്സിലാവും. ഇത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിന്റെ ഒരു ഡെപ്ത് മനസ്സിലാവുകയുള്ളൂ. ഞാൻ ഈ പറയുന്ന അനുഭവം പെട്ടെന്ന്, ഇത് വേദന വന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടാവും. സിംറ്റംസ് ഓഫ് നീ ജോയിന്റ് ഡാമേജ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മുട്ടുവേദനയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സന്ധികളിലെ കാർട്ടിലേജിന്, ഈ കാർട്ടിലേജ് എന്ന് പറയുന്നത് തരുണാസ്ഥിക്കാണ്. നമ്മൾ മലയാളം പറയുകയാണെങ്കിൽ തരുണാസ്ഥിക്കാണ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. അതിന് നാശം സംഭവിക്കുമ്പോൾ അതിന്റെ ലക്ഷണങ്ങളായിട്ട് ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. കഠിനമായ മുട്ടുവേദന, സന്ധികളിൽ അനക്കാനുള്ള ഒരു പ്രയാസം അനുഭവപ്പെടുക, നമുക്ക് നിൽക്കാനും നടക്കാനും, അതായത് ഒരുപാട് സമയം നിൽക്കാൻ വയ്യ, കുറച്ച് നടക്കാൻ വയ്യ, ഇല്ലാത്ത ബുദ്ധിമുട്ട്, പടി കയറാൻ വയ്യ, സ്റ്റെപ്പ് കയറാൻ വയ്യ, അങ്ങനെയുള്ള ഒരു ശേഷിക്കുറവ് നമ്മുടെ ഒരു മുട്ടിന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, നമ്മുടെ കാലിന്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ചെറിയ തോതിൽ അങ്ങനെ വന്ന് നമ്മളൊരു മുട്ടുവേദനക്കാരനാണ് അല്ലെ മുട്ടുവേദനക്കാരിയാണ് എന്നുള്ളത്. ആ ആൾക്ക് നടക്കാൻ വയ്യ, നമ്മള് പതുക്കെ യാത്രകളും കാഴ്ചകളും ഭൂമിയിലെ ടൂറ് പോകാനുള്ള അവസരങ്ങളും എവിടെയെങ്കിലും പോകാനുള്ള അവസരങ്ങളും നമ്മൾ വീട്ടിലേക്ക് ഒതുങ്ങി പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട് സമൂഹത്തിൽ ഒരുപാട് പേർക്ക്. അപ്പൊ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഈ മുട്ടുവേദന സാധാരണയായിട്ട് വരുമ്പോ 4 മാറ്റങ്ങൾ മൂലമാണിത് എത്തുന്നത്. ഈ ഒരു സിവിയർ കേസിലേക്ക് എത്തുന്നത് 4 മാറ്റങ്ങളിലൂടെയാണ്, 4 ചേഞ്ചസിലൂടെയാണ് സത്യം പറഞ്ഞാൽ എത്തുന്നത്. അപ്പൊ ചിലത് നമ്മൾ അവോയ്ഡ് ചെയ്യും, ചില വേദനകളൊക്കെ നമ്മൾ കണ്ടില്ലാന്ന് വെക്കും. ശരിക്കും എന്താ സംഭവിക്കുന്നത്? ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. കാർട്ടിലേജ് ഡാമേജ് ആണ് സംഭവിക്കുക. അതായത് തരുണാസ്ഥിയുടെ നാശം, തേയ്മാനം എന്നൊക്കെ പറയില്ലേ, അത് തന്നെ നാശം തന്നെയാണത്. അതായത് സന്ധികളിലെ എല്ലുകളുടെ അറ്റത്ത് ഒരു ഷോക്ക് അബ്സോർബർ ആയിട്ട് പ്രവർത്തിക്കുന്ന, ഒരു പ്രതിരോധമായിട്ട് നിൽക്കുന്ന കാർട്ടിലേജ് അഥവാ തരുണാസ്ഥിയുടെ പാളി അമിതമായ സമ്മർദ്ദം മൂലമോ പരിക്കുകൾ മൂലമോ ക്രമേണ തേയ്മാനം സംഭവിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് വേദന വരുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മുട്ടുവേദനയിലേക്കുള്ള പ്രധാന കാരണങ്ങളിൽ രണ്ടാമത്തതായിട്ട് പറയുന്നത് റിഡക്ഷൻ ഇൻ ക്വാണ്ടിറ്റി ആൻഡ് വിസ്കോസിറ്റി ഓഫ് ജോയിന്റ് ഫ്ലൂയിഡ്. നമുക്കറിയാം ഈ ഒരു മുട്ടിന്റെ ഉള്ളില് നമ്മൾ സന്ധികളിലെ ഒരു ദ്രാവകം ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഒരു സന്ധികളിലെ ദ്രാവകത്തിന്റെ കുറവാണ് 4 പ്രധാന മാറ്റങ്ങളിലെ ഈ രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്നത്. സിനോവിയൽ ഫ്ലൂയിഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഒരു സിനോവിയൽ ഫ്ലൂയിഡിന്റെ അളവിലും അതിന്റെ കട്ടിയിലും ഉണ്ടാകുന്ന കുറവ് നമ്മെ വേദനയിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പൊ ഈ ചിത്രത്തിൽ 2 തരം മുട്ടുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആരോഗ്യമുള്ള മുട്ട് കാണാം ഇടതുവശത്ത്. ഇവിടെ ഈ ഒരു സന്ധികൾക്കിടയിൽ ആവശ്യത്തിന് ദ്രാവകം, ഞാൻ ഈ പറഞ്ഞ ജോയിന്റ് ഫ്ലൂയിഡ്, അതായത് സിനോവിയൽ ഫ്ലൂയിഡ് ഉള്ളതായിട്ട് കാണാം ഫസ്റ്റ് പിക്ചറിൽ. ഇത് അസ്ഥികൾ തമ്മിൽ ഉരസുന്നത് തടയുന്നുണ്ട്. എന്നാൽ വേദനയുള്ള രണ്ടാമത്തെ മുട്ട് നോക്കൂ, അവിടെ തേയ്മാനമുള്ള മുട്ടാണത് വലതുവശത്തുള്ളത്. ദ്രാവകത്തിന്റെ സിനോവിയൽ ഫ്ലൂയിഡിന്റെ അളവ് വളരെ കുറവാണ്. ഈ ദ്രാവകം കുറയുന്നതോടെ എന്താ സംഭവിക്കുക? ഈ ദ്രാവകം കുറയുന്നതോടെ അസ്ഥികൾ തമ്മിലുള്ള വിടവ് ഇല്ലാതായി പോകുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് അവ തമ്മിൽ ഉരസാൻ തുടങ്ങുകയും നമ്മുടെ ലൂബ്രിക്കേഷൻ കുറയുന്നതോടെ എന്താ സംഭവിക്കുക? മുട്ടുകൾ ചലിപ്പിക്കുമ്പോൾ വേദനയും പ്രയാസവും അനുഭവപ്പെടും. സന്ധികൾക്കിടയിലുള്ള ഈ ഒരു വിടവ് കുറയുന്നത് മുട്ടുവേദനയ്ക്ക് കാരണമാകുന്നു എന്നുള്ളതാണ് ഈ 3ാമത്തെ പോയിന്റ് പറയുന്നത്, റിഡക്ഷൻ ഓഫ് ജോയിന്റ് സ്പേസ്. സന്ധികൾക്കിടയിലെ വിടവ്, സന്ധികളിലെ അസ്ഥികൾക്കിടയിലുള്ള ഈ തരുണാസ്ഥി, ഈ കാർട്ടിലേജിന്റെ തേയ്മാനം സംഭവിക്കുമ്പോൾ അസ്ഥികൾ തമ്മിലുള്ള അകലം കുറയാണ് സംഭവിക്കുക. ഈ വിടവ് കുറയുമ്പോൾ ഫ്രിക്ഷൻ സംഭവിക്കുന്നു. അതായത് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ തമ്മിൽ ഉരസിയിട്ട് വേദന വരും. നമ്മൾ അവിടെ ഫ്ലൂയിഡ്, അവിടെ ഒരു ലൂബ്രിക്കേഷൻ നടക്കുന്നില്ലല്ലോ. അപ്പൊ കുഷ്യൻ പോലെ പ്രവർത്തിക്കുന്ന ഭാഗം തേയ്മാനം വരിക സംഭവിക്കുന്നത്. അസ്ഥികൾ തമ്മിൽ കൂട്ടി ഉരസുകയും ഇത്
സന്ധികൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്യാണ് സംഭവിക്കുന്നത്. അപ്പൊ അസ്ഥികൾ തമ്മിൽ നേരിട്ട് ഉരസുന്നത് കഠിനമായ വേദനയ്ക്ക് കാരണമാവും. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സിവിയർ പെയിനിലേക്ക് നമ്മൾ എത്തുന്നത്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ബോൺ ഡെൻസിറ്റി. എന്താണത്? എല്ലിന്റെ സാന്ദ്രത കുറയുന്ന ഒരു അവസ്ഥയ്ക്കാണ് ഈ ഒരു നാലാമത്തെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. മുട്ടുവേദനയ്ക്ക് കാരണമാകുന്ന പ്രധാനപ്പെട്ട ഒരു 4 മാറ്റങ്ങളിൽ ഒന്നാണിത്. അസ്ഥികളുടെ സാന്ദ്രത കുറയാന്ന് പറഞ്ഞാല് ഇതിനെ പോറസ് ജോയിന്റ് എന്നും വിളിക്കുന്നുണ്ട്. അതായത് മുട്ടുസന്ധികളിലെ അസ്ഥികളുടെ സാന്ദ്രതയും കരുത്തും കുറഞ്ഞു പോവാണ്. അപ്പൊ അസ്ഥികൾ ദുർബലമാകുന്നതോടെ സന്ധികളിൽ വേദനയും അസ്വസ്ഥതയും അനുഭവപ്പെടുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ അസ്ഥികൾക്ക് ബലക്ഷയം സംഭവിക്കുന്നത് സന്ധികളുടെ ആരോഗ്യത്തെ ബാധിക്കുകയും ഇത് കഠിനമായ വേദനയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കവിടെ പിക്ചർ കാണാൻ പറ്റും. ഫീമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തുടയെല്ലാം അവിടെ കാണിച്ചിട്ടുണ്ട്. ഫീമർ എന്ന് പറയുന്നത് തുടയെല്ലാണ്. അപ്പൊ ചിബിയ കാലിലെ എല്ലാം അവിടെ കാണാം. കാറ്റെല്ല നമ്മുടെ മുട്ട് ചിരട്ട അവിടെ കാണിച്ചിട്ടുണ്ട് അല്ലെ. ആർട്ടിക്കുലർ കാർട്രേജ് അസ്ഥികളുടെ അറ്റത്തുള്ള സംരക്ഷണ പാളിയെയാണത് പറയുന്നത്. മെനിസ്കസ് സന്ധികൾക്കിടയിലുള്ള തരുണാസ്ഥിയെ നമ്മൾ ആ പിക്ചറിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ എന്ത് തന്നെയായാലും നമുക്ക് നമ്മുടെ മുട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു ചെറിയൊരു പിക്ചർ നമ്മുടെ മനസ്സിലായി കഴിഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മള് വൈ ദർ ഈസ് മോർ പെയിൻ ഇൻ നീസ് വൈൽ ക്ലൈംബിംഗ് ദ സ്റ്റെയർസ്. ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും എന്തുകൊണ്ടാണ് പടികൾ കയറുമ്പോൾ വേദന കൂടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. കാരണം മുട്ടുവേദനയുള്ള ആളുകൾ സ്റ്റെപ്പുള്ള സ്ഥലത്തേക്ക് ഞാനില്ല എന്ന് പറയുന്ന പ്രായമുള്ള ആളുകൾ നമ്മുടെ ഒക്കെ കുടുംബത്തിലുണ്ടായിരിക്കും അല്ലെ. എനിക്ക് അവിടെ സ്റ്റെപ്പുള്ള സ്ഥലമാണോ, ഞാൻ വരുന്നില്ല, ആ സ്റ്റെപ്പ് ഭയങ്കര പ്രയാസം തന്നെയാണ്, വേദനയാണ്, വയ്യ എന്ന് പറയുന്നത്. അതായത് ഈ പടികൾ കയറുമ്പോൾ മുട്ടുകളിൽ അനുഭവപ്പെടുന്ന സമ്മർദ്ദം വളരെ കൂടുതലാണ്. ഈ സാധാരണ നിരന്ന സ്ഥലത്തുകൂടെ നടക്കുന്ന പോലെയല്ല നമ്മൾ പടികൾ കയറുന്ന സമയത്ത് നമ്മുടെ ശരീരഭാരം എത്രയാണോ അതിന്റെ 3 മുതൽ 5 മടങ്ങ് വരെ സമ്മർദ്ദം, പ്രഷർ മുട്ടുസന്ധികൾ താങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അതായത് ദുർബലമായ സന്ധികളാണ്, അതായത് ആരോഗ്യമില്ലാത്തതോ ദുർബലമായതോ ആയ മുട്ടുസന്ധികൾക്ക് ഇത്രയും വലിയ സമ്മർദ്ദം താങ്ങാൻ വേണ്ടിയിട്ട് പറ്റില്ല നമ്മൾ സ്റ്റെപ്പ് കയറുന്ന സമയത്ത്. അതിനാലാണ് ആ കഠിന വേദന വരുന്നത്. അപ്പൊ അതിന്റെ ഒരു കാരണം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാല് നമുക്ക് എങ്ങനെ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും നോക്കാം. ബീങ് ഓവർ വെയിറ്റ് ഇൻക്രീസ് റിസ്ക് ഓഫ് നീ ജോയിന്റ് ഡാമേജ്. നമുക്ക് ശരീരഭാരം കൂടുന്നതിനനുസരിച്ച് മുട്ട് ജോയിന്റ് ഇത് ഡാമേജ് ആവാനുള്ള സാധ്യത കൂടുന്നു നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ പോകുന്ന സമയത്ത് ഓൾഡ് ഏജ് ഇൻക്രീസസ് റിസ്ക് ഓഫ് നീ ജോയിന്റ് ഡാമേജ്. പ്രായവും സന്ധികളുടെ ആരോഗ്യവും. അത് 45 വയസ്സിന് ശേഷം, നമ്മുടെ 45 വയസ്സ് കഴിഞ്ഞ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ടായിരിക്കും. 45 വയസ്സിന് ശേഷം മുട്ടുസന്ധികളിലെ ഈ തരുണാസ്ഥികൾക്ക് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ വേഗത്തിൽ വർദ്ധിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ജാഗ്രത പാലിച്ചില്ലെങ്കിൽ 65 വയസ്സാവുമ്പോഴേക്കും നമ്മൾ ഏകദേശം 75% ആളുകൾക്കും മുട്ടുവേദന വരുന്നുണ്ട്, സന്ധി സംബന്ധമായ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതെല്ലാം അനുഭവപ്പെടുന്ന കേസുകൾ ഒരുപാടുണ്ട്. അപ്പൊ സന്ധികളുടെ സംരക്ഷണത്തിനായിട്ട് എങ്ങനെ സംരക്ഷിക്കാം? വ്യായാമങ്ങളിലൂടെ, ശരിയായ പോഷകാഹാരത്തിലൂടെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ശരീരം നമ്മൾ സംരക്ഷിച്ചിട്ടില്ല എങ്കിൽ വേറെ ഒന്നും നമ്മൾ ഈ ഗോളോ ഡ്രീമോ ഒന്നും ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളത് നമ്മുടെയൊക്കെ ഉള്ളിൽ വേണം. എന്ത് ഗോള് സെറ്റ് ചെയ്തിട്ടും ഓടുന്ന തിരക്കിനിടയിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ മറന്നു പോകാൻ പാടില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഇഫ് യു ഡോണ്ട് പേ അറ്റൻഷൻ കംപ്ലീറ്റ് ഡാമേജ് ഓഫ് നീ ജോയിന്റ് ക്യാൻ ഹാപ്പൻ. അത് മുട്ടുവേദന നിസ്സാരമായിട്ട് കാണരുത്. തുടക്കത്തിലെ ശ്രദ്ധക്കുറവ് ശരിക്കും ഭാവിയിൽ മുട്ടുവേദന രൂക്ഷമാവാൻ വേണ്ടിയിട്ട് അല്ലെ. മുട്ടുവേദന ശസ്ത്രക്രിയയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ചില ആളുകൾക്ക് അനുഭവം ഉണ്ടാവും. വീട്ടിൽ ആരെങ്കിലും അങ്ങനെ ചെയ്തവരുണ്ടായിരിക്കാം, വീടിന്റെ അടുത്തുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മുട്ട് സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കാം, സിവിയർ പെയിൻ ആയിട്ട് ഈ മരുന്നുകൾ കഴിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, ഈ പെയിൻ കില്ലർ പോലുള്ള ഗുളികകൾ കഴിച്ചിട്ട് ആശ്വാസം കണ്ടെത്തുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അവരോടൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് പോഷകാഹാരം കഴിച്ചാൽ ഇത് മാറും. അതുകൊണ്ട് അത് മാത്രമല്ല, നമ്മുടെ ശരീരഭാരം നമ്മൾ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. ശരീരഭാരം സാധാരണ നിലയിലാക്കുന്നത് സന്ധികളിലെ സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഈ വ്യായാമം എന്ന് പറഞ്ഞാല്
നമ്മള് സന്ധികളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ വ്യായാമം ചെയ്യണം എന്ന് പറയുന്നതിന്റെ ഒരു കാരണം. അത് കൂടാതെ ശരിയായ പോഷകാഹാരം ഒരുപാട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അത് ആരും മനസ്സിലാക്കാത്തൊരു കാര്യം തന്നെയാണ്. മരുന്ന് കഴിച്ചാൽ മാത്രമേ ഇത് മാറുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു ജനവിഭാഗമുണ്ട്. അപ്പോൾ നമ്മൾ ശരിയായ പോഷകാഹാരം കഴിച്ചു കഴിഞ്ഞാൽ എല്ലുകളുടെയും സന്ധികളുടെയും ബലത്തിനായിട്ട് മികച്ച പോഷകാഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കുന്നതിലൂടെ നടക്കാനും ഇരിക്കാനും എഴുന്നേൽക്കാനും ഒക്കെയുള്ള പ്രയാസങ്ങൾ നമുക്ക് ഒഴിവാക്കാമെന്ന് നമ്മൾ ബോധവൽക്കരണം നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ശരീര ഭാരം നമ്മൾ കുറച്ചുകൊണ്ട് നമുക്ക് ശരീരഭാരം കുറച്ചിട്ട് ശരിയായ പോഷകാഹാരം കഴിക്കുന്നതിലൂടെ അല്ലെ നമുക്ക് ചിലവേറിയതും പിന്നെ എന്താ പറയാ മുട്ടുവേദന ഞാൻ പറഞ്ഞ പോലെ തന്നെ ശസ്ത്രക്രിയ ഒക്കെ കേട്ടിട്ടുണ്ടാവും. നീ ജോയിന്റ് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ശസ്ത്രക്രിയ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കും അല്ലെ. ഈ അവോയ്ഡ് ദി മോസ്റ്റ് പെയിൻഫുൾ ആൻഡ് വെരി കോസ്റ്റ്ലി ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറി ബൈ റെഡ്യൂസിങ് ബോഡി വെയിറ്റ് ആൻഡ് വിത്ത് പ്രോപ്പർ ന്യൂട്രീഷൻ. നീ ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറിയുടെ പിക്ചറാണ് നമ്മളിവിടെ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഒരു സുഖമുള്ള ഏർപ്പാടല്ല, വളരെ വേദനാജനകമായ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു രീതി തന്നെയാണ് ഈ ഒരു ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. ഇത്രയും ചെയ്തു കഴിഞ്ഞിട്ട് അല്ലെ, ഇത്രയും മുട്ടുവേദനയ്ക്കുള്ള ഏക ചികിത്സ ഈ ഒരു മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണെന്ന് പലപ്പോഴും ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഈ ഒരു ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മുട്ട് ചിരട്ട ഉണ്ടല്ലോ ഇവിടെ പിക്ചറിൽ കാണുന്ന ഈ മുട്ട് ചിരട്ടയുടെ നമ്മുടെ ശരിക്കുള്ള മുട്ട് ചിരട്ടയുടെ സ്ഥാനത്ത് മറ്റൊരു മെറ്റൽ ഉപയോഗിച്ചുകൊണ്ട് മുട്ടുചിരട്ട വെച്ചു പിടിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്നാൽ ആരോഗ്യമില്ലാത്ത നമ്മുടെ എല്ലിന്റെ അവസ്ഥയ്ക്ക്, അതായത് പേശികളുടെ സന്ധികളുടെ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും അവിടെ ഇല്ല. അതിന്റെ മുകളിലാണ് രണ്ട് സൈഡിലും കൂടെ ആ നടുക്ക് വെച്ചു പിടിപ്പിക്കുന്നത്. അപ്പോ അവിടെ ഒരു പുരോഗതിയും നമുക്ക് സംഭവിക്കുന്നില്ല. ആക്ച്വലി അത് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വളരെ ചെലവേറിയ ഒരു പ്രോസസ്സ് കൂടെയാണ്. ഫലത്തിന്റെ കാര്യത്തില്, അതായത് റിസൾട്ടിന്റെ കാര്യത്തില് യാതൊരു ഉറപ്പുമില്ല. നല്ല എക്സ്പെൻസീവ് ആണ്, പക്ഷെ അതിന്റെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ യാതൊരു ഉറപ്പും ഡോക്ടേഴ്സ് തരാറില്ല. ശസ്ത്രക്രിയക്ക് വലിയ തുക ചിലവാകുമെങ്കിലും 100% വിജയകരമാകുമെന്ന് നമുക്ക് ഉറപ്പിച്ചിട്ട് പറയാനും സാധിക്കാത്തൊരു സ്ഥിതിയാണ്. മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സാധാരണയായിട്ട് 2 തവണ ചെയ്യാറില്ല. അത് 2 തവണ ചെയ്യാൻ എന്ന് പറഞ്ഞാല് നമ്മൾ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഒരു പ്രാവശ്യം ചെയ്തു, രണ്ടാമത് ചെയ്യാതെ പ്രതീക്ഷിച്ച ഫലം ഒരിക്കലും ലഭിക്കാനും പോകുന്നില്ല. അങ്ങനെയുള്ള ഒരു സമയത്ത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യമുള്ള അസ്ഥികള്, സന്ധികള്, പേശികള് അല്ലെ സജീവമായിട്ടുള്ള ജീവിതം, ഇവ നമ്മുടെ ശരീരത്തിന് കരുത്തും സ്ഥിരതയും വഴക്കവും നൽകുന്ന ഒരിതാണ്. ഹെൽത്തി ബോൺസ്, ജോയിന്റ്സ് ആൻഡ് മസിൽസ് ഇസ് ഈക്വൽ ടു ആക്റ്റീവ് ലൈഫ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഹെൽത്തി ആയിട്ടുള്ള ബോൺസ്, ജോയിന്റ്സ്, മസിൽസ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ലൈഫിന് കൂടിയേ തീരൂ. അല്ലാതെ ഒരു സജീവമായ ഒരു ജീവിതം സാധ്യമല്ല. ഇത് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന പല വേദനകൾ നമ്മൾ അവോയ്ഡ് ചെയ്തുകൊണ്ടാണ് ഏങ്ങി വലിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്നത്, സ്വന്തം ശരീരം നോക്കാതെ. അത് എവിടെയെങ്കിലും നമ്മൾ വീണു പോയേക്കാം. അതിനുള്ള ഒരു ഓർമ്മപ്പെടുത്തലുകൂടെയാണ് നമുക്ക് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. ന്യൂട്രിചാർജ് ബീജയിലൂടെ നമുക്ക് ശരിയായ പോഷകാഹാരം നൽകുന്നതിലൂടെ അസ്ഥികളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, വേദനയിൽ നിന്ന് ആശ്വാസം നൽകാൻ വേണ്ടിയിട്ട്, മുട്ടിലെ തരുണാസ്ഥിയുടെ അതായത് ആ കാർട്ടിലേജിന്റെ തേയ്മാനം തടയാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്ന് പറഞ്ഞാൽ, വാക്കാൽ പറഞ്ഞാൽ നമുക്ക് വിശ്വാസാവില്ല. എന്തെങ്കിലും തരത്തിലുള്ള വേദനയുള്ള ആളുകൾ ഇന്ന് തന്നെ കഴിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കും പറയാം ഇതുപോലെ ആത്മാർത്ഥമായിട്ട്, ശരിയാണല്ലോ എന്റെ വേദന പമ്പ കടന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെ നമുക്ക് ഈ ഒരു ലോകോത്തര നിലവാരമുള്ള എ വേൾഡ് ക്ലാസ് ക്ലിനിക്കലി പ്രൂവൺ ന്യൂട്രീഷണൽ സപ്ലിമെന്റ് ആണ് നമ്മുടെ RCM ന്യൂട്രിചാർജ് VJ എന്ന് പറയുന്നത്. ലോകോത്തര നിലവാരമുള്ളതും ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടതുമായ ഒരു പോഷകാഹാര സപ്ലിമെന്റ് തന്നെയാണ് നമ്മുടെ RCM ന്യൂട്രിചാർജ് VJ എന്ന് പറയുന്നത്. അപ്പോൾ ശസ്ത്രക്രിയയിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള സാമ്പത്തികവും ശാരീരികവുമായിട്ടുള്ള വെല്ലുവിളികളെ മാറ്റി നിർത്തിക്കൊണ്ട് പകരം ശരിയായ പോഷകാഹാരം ന്യൂട്രിചാർജ് VJ വഴി സന്ധികളുടെയും അസ്ഥികളുടെയും എല്ലാം ആരോഗ്യം നമുക്ക് സംരക്ഷിച്ചെടുക്കാം എന്നുള്ളത് എല്ലാവരിലും സന്തോഷമുണർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട സ്ലൈഡ് തന്നെയാണ്. 90 ദിവസത്തെ ഉപയോഗത്തിന് ശേഷം നടത്തിയ പഠനത്തില് മുട്ടുവേദനയിൽ 87% കുറവുള്ളതായിട്ട് കണ്ടെത്തി. 87% കുറവുള്ളതായിട്ട് കണ്ടെത്തി. ഇത് കഴിക്കാത്ത ഒരു ഗ്രൂപ്പുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് ന്യൂട്രിചാർജ് VJ ഉപയോഗിച്ചവരിൽ വേദന കുറയുന്നത് സ്ഥിതിവിവര കണക്കനുസരിച്ച് വളരെ വ്യക്തമായ ഇതിന്റെ ഒരു തെളിവാണ് ക്ലിനിക്കലി പ്രൂവൺ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇത് വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. ഇത്
വെറുതെ പറയുന്നതല്ല, നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ അതുണ്ട്, ക്ലിനിക്കലി പ്രൂവൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്. നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗ്ലൂക്കോസാമിൻ ഹൈഡ്രോക്ലോറൈഡ് അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഉൽപ്പന്നം എന്ന് പറയുന്നത്. അതായത് സന്ധികളിലെ തേയ്മാനം കുറയ്ക്കാനും വേദന പരിഹരിക്കാനും സഹായിക്കുന്ന ഒരു ഘടകമാണിത്. നമുക്ക് ഈ ചിത്രത്തിൽ ഗ്ലൂക്കോസാമിന്റെ രണ്ട് ഘടകങ്ങളെ വേണ്ടി കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഗ്ലൂക്കോസാമിൻ ഹൈഡ്രോക്ലോറൈഡ് അല്ലെ, ഗ്ലൂക്കോസാമിൻ ഹൈഡ്രോക്ലോറൈഡ്, ഗ്ലൂക്കോസാമിൻ സൾഫേറ്റ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റിൽ ഇങ്ങനെയുള്ള വേദനകൾ മാറാൻ വേണ്ടിയിട്ട് ഒത്തിരി പരസ്യങ്ങളും കാര്യങ്ങളും ഉള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ കാണാറുണ്ട്. അതിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഗ്ലൂക്കോസാമിൻ സൾഫേറ്റ് ആണ്. അതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഗ്ലൂക്കോസാമിൻ ഹൈഡ്രോക്ലോറൈഡ് 99% ശുദ്ധമാണ്. അതാണ് ന്യൂട്രിചാർജ് ബിജയിലുള്ളത്. അതുള്ള ഒരു ഒറ്റ ഉൽപ്പന്നവും നമ്മൾക്ക് മാർക്കറ്റിൽ ലഭ്യമല്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഈ ഗ്ലൂക്കോസാമിൻ ഹൈഡ്രോക്ലോറൈഡ് നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് അബ്സോർപ്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. നമ്മൾ എന്ത് പോഷകങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഗ്ലൂക്കോസാമിൻ സൾഫേറ്റ് വെറും 74% മാത്രം ശുദ്ധിയുള്ള ഒരു സംഗതിയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് വളരെയധികം ലക്കിയാണ് ഈ ഒരു പ്രൊഡക്റ്റിലൂടെ. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ദി കൺസ്ട്രക്ഷൻ ഓഫ് കാർട്ടിലേജ് കോമ്പണൻസ്. ഈ ഗ്ലൂക്കോസാമിൻ ഹൈഡ്രോക്ലോറൈഡ്, അതായത് ഈ കാർട്ടിലേജ് കൺസ്ട്രക്ഷന്, തരുണാസ്ഥി നിർമ്മാണത്തിന് വളരെയധികം സഹായിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. അതായത് സന്ധികൾക്കിടയിലെ തരുണാസ്ഥി ഈ കാർട്ടിലേജ് നിർമ്മിക്കുന്നതിനും നിലനിർത്തുന്നതിനും ഇത് വളരെ സഹായകമാണ്. സന്ധികൾക്കിടയിലുള്ള തേയ്മാനം കുറയ്ക്കാനും നേരത്തെ പറഞ്ഞ എല്ലുകളുടെ സുഗമമായ പ്രവർത്തനത്തിനും ഗ്ലൂക്കോസാമിൻ ഹൈഡ്രോക്ലോറൈഡ് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അതുമാത്രമല്ല എല്ലിന് സാന്ദ്രത നൽകുന്നതിന് കൊളാജൻ ആവശ്യമാണ്. നമ്മളെല്ലാവരും ആക്കിയിരിക്കേണ്ട ഒരു പോയിന്റ് ആണത്. കൊളാജന്റെ പ്രാധാന്യം. കൊളാജൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ആണ്. കൊളാജൻ ഇത് സന്ധികളുടെയും അസ്ഥികളുടെയും ആരോഗ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഘടകമാണ്. അപ്പൊ അസ്ഥികളെയും സന്ധികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോട്ടീൻ ആണ് കൊളാജൻ. ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ കൊളാജൻ കുറയുന്ന സമയത്ത് അസ്ഥികളുടെ അളവ്, ഘടന ദുർബലമാവുകയാണ്. ലോ കൊളാജൻ ബോൺ എന്ന പിക്ചറിൽ നമുക്കത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാൽ ആവശ്യത്തിന് കൊളാജൻ ഉള്ളപ്പോൾ അസ്ഥികൾ കൂടുതൽ സാന്ദ്രതയുള്ളതും ആരോഗ്യമുള്ളതുമായിരിക്കും. അതാണ് സെക്കൻഡ് പിക്ചറിൽ കാണുന്നത് ഹെൽത്തി ബോൺ കൊളാജൻ. അപ്പൊ ചുരുക്കത്തില് സന്ധിവേദന കുറയ്ക്കാനും അസ്ഥികളുടെ ബലം വർദ്ധിപ്പിക്കാനും ഈ കൊളാജന്റെ ഉൽപാദനം മെച്ചപ്പെടുത്തുന്നതിലൂടെ ഗ്ലൂക്കോസാമിൻ ഹൈഡ്രോക്ലോറൈഡ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ ഗ്ലൂക്കോസാമിൻ ഹൈഡ്രോക്ലോറൈഡ് നമ്മുടെ ബീജയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോ തേയ്മാനം സംഭവിച്ചതോ നമുക്കിവിടെ കാണാൻ പറ്റും. ബെനിഫിഷ്യൽ ഫോർ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഡാമേജ്ഡ് കാർട്ടിലേജ് ആൻഡ് സ്ട്രെങ്തനിങ് ഓഫ് ബോൺസ്. തേയ്മാനം സംഭവിച്ചതോ കേടുപാടുകൾ ഉള്ളതോ ആയ തരുണാസ്ഥികളുടെ കാർട്ടിലേജിന്റെ അറ്റകുറ്റപ്പണികൾക്കും അവ നിലനിർത്തുന്നതിനും ന്യൂട്രിചാർജ് ബിജയിലെ ഗ്ലൂക്കോസാമിൻ ഹൈഡ്രോക്ലോറൈഡ് സഹായിക്കുന്നുണ്ട്. കൂടാതെ ഈ അസ്ഥികളെ സ്ട്രെങ്ത് ആക്കാൻ വേണ്ടിയിട്ട്, ശക്തിയുള്ളതാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഘടകം സഹായിക്കുന്നുണ്ട്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ സന്ധികളിൽ ഉണ്ടാവുന്ന വേദനയും തേയ്മാനവും പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലൂക്കോസാമിൻ ഹൈഡ്രോക്ലോറൈഡ് വളരെയധികം സഹായിക്കുന്നു. അത് മാത്രമല്ല നമ്മുടെ സന്ധികളിലെ ഫ്ലെക്സിബിലിറ്റിക്കും അല്ലേ ഹെൽപ്ഫുൾ ഇൻ മെയിൻറ്റെയിനിങ് സ്ട്രെങ്ത് ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഇൻ ജോയിന്റ്സ്. നമ്മുടെ സന്ധികളെ ഫ്ലെക്സിബിലിറ്റിക്കും സ്ട്രെങ്ത്തിനും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഈ ഒരു ന്യൂട്രിചാർജ് ബിജയിൽ അടങ്ങിയിരിക്കുന്ന ഘടകമായ ഗ്ലൂക്കോസാമിൻ ഹൈഡ്രോക്ലോറൈഡ് സഹായിക്കുന്നുണ്ട്. യൂസ്ഫുൾ ഇൻ റിലീവിംഗ് ജോയിന്റ് സ്വെല്ലിംഗ്, സ്റ്റിഫ്നെസ് ആൻഡ് പെയിൻ. ഒരുപാട് ഗുണമുള്ള ഒരു ഘടകം തന്നെയാണിത്. സന്ധികളിൽ ഉണ്ടാകുന്ന വീക്കം, സന്ധികൾ ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട്, അതിനാണ് നമ്മൾ ഈ സ്റ്റിഫായി പോവാന്ന് പറയില്ലേ, സ്റ്റിഫ്നെസ്സിനെ ഒക്കെ അത് നമ്മൾ ഫ്ലെക്സിബിൾ ആക്കി കിട്ടാൻ വേണ്ടിയിട്ട്, വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇത് സഹായിക്കുന്നു. അതുമാത്രമല്ല സന്ധികൾക്കിടയിലുള്ള മിനുസം നിലനിർത്തുന്നതിലൂടെ തരുണാസ്ഥികൾക്ക് തേയ്മാനം സംഭവിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട്, ഈ ഫ്രിക്ഷൻ, അതായത് ഘർഷണം എന്ന് പറയും നമ്മൾ മലയാളത്തിലെ, ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ആ ഉരസലൊക്കെ കുറച്ച് നമുക്ക് വേദന എല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്, അത് മാത്രമല്ല ശരീരത്തില് നമുക്ക് വർദ്ധിച്ചു വരുന്ന ഹാനികരമായിട്ടുള്ള ഫ്രീ റാഡിക്കലുകളെ കുറയ്ക്കാൻ ഒരു ആന്റി ഓക്സിഡന്റ് എന്ന നിലയിൽ വളരെയധികം സഹായിക്കുന്ന ഘടകമാണ് ഗ്ലൂക്കോസാമിൻ ഹൈഡ്രോക്ലോറൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയധികം ഗുണമുള്ള ഈ ഒരു ഘടകമുള്ള ഉൽപ്പന്നമാണ് നമ്മുടെ ന്യൂട്രിചാർജ് ബിജെ. അതുമാത്രമല്ല നെക്സ്റ്റ് എന്താണ് നമ്മുടെ ബിജയിൽ അടങ്ങിയിട്ടുള്ളത് നോക്കാം. MSM. MSM എന്ന് പറയുന്നത് മിഥിൽ ബൾഫോനൈൽ മീഥെയിൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. MSM ഈസ് എ സൾഫർ കോമ്പൗണ്ട് ഫൗണ്ട് ഇൻ ഓൾ സെൽസ് വിച്ച് ഹെൽപ്സ് ടു കീപ് ജോയിന്റ്സ് ഹെൽത്തി. എല്ലാ കോശങ്ങളിലും കാണപ്പെടുന്ന ഈ ഒരു സൾഫർ സംയുക്തമാണിത്.
ഈ MS എന്ന് പറയുന്നത്. സന്ധികളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുമാത്രമല്ല സന്ധികളിലെ വീക്കവും വേദനയും കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. സന്ധികളിലെ ദ്രാവകത്തിന്, അതായത് നേരത്തെ പറഞ്ഞ ആ ഒരു ജോയിന്റ് ഫ്ലൂയിഡ് ഉണ്ടല്ലോ, അതിനും വേണ്ടിയിട്ട് തരുണാസ്ഥിക്കും കേടുപാടുകൾ സംഭവിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. BJയിൽ അടങ്ങിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് വൈറ്റമിൻ K27. It is the best form of vitamin K and is the most absorbed and bioactive form of vitamin K. നമുക്ക് വൈറ്റമിൻ കെ അറിയാം, എന്നാൽ വൈറ്റമിൻ K27 നമ്മൾ അധികം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. വിറ്റാമിൻ കെയുടെ ഏറ്റവും മികച്ച ഒരു രൂപമാണ് ഈ ഒരു വിറ്റാമിൻ K27 എന്ന് പറയുന്നത്. ശരീരത്തിന് ഏറ്റവും വേഗത്തിൽ ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ട്, അബ്സോർപ്ഷൻ നടക്കാൻ വേണ്ടിയിട്ട്, പിന്നെ നമ്മുടെ ബയോ ആക്റ്റീവ് അല്ലെ, നമ്മൾ ഉപയോഗം നടക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയുന്ന വിറ്റാമിൻ തന്നെയാണ് ഈ ഒരു കെയുടെ ഈ ഒരു രൂപത്തിൽ വരുന്ന വൈറ്റമിൻ K27 എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല അസ്ഥികളുടെ ഘടനയിൽ കാൽസ്യം ബന്ധിപ്പിക്കുന്നതിന് ആവശ്യമായ പ്രോട്ടീനുകളെ സജീവമാക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഈ ഒരു വിറ്റാമിൻ K27 കൊണ്ട് സാധിക്കുന്നുണ്ട്. പിന്നെ വൈറ്റമിൻ D ധാരാളം നമ്മുടെ BJയിലുണ്ട്. അസ്ഥികൾ, പേശികൾ, സന്ധികൾ എന്നിവയ്ക്ക് ആവശ്യമായ കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങിയ മിനറലുകളുടെ ആഗിരണം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. വൈറ്റമിൻ ഡിയെ കുറിച്ച് കേൾക്കുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും. കാരണം വിറ്റാമിൻ D അല്ലെ വിറ്റാമിൻ എന്നൊക്കെ പറയുന്ന നമ്മുടെ ഈ ഒരു D എന്ന് പറയുന്ന ഈ ഒരു വിറ്റാമിനെ എല്ലാവരും ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് ലേഡീസ് ശ്രദ്ധിക്കും. ഈ ഒരു വിറ്റാമിന്റെ കുറവുണ്ടോ എന്ന് ആശങ്കപ്പെടുന്ന ഒരു ജനവിഭാഗത്തെയാണ് ഇപ്പോൾ കാണുന്നത്. അതിന്റെ പരിശോധനകൾ നടക്കുന്നത്. ഒരുപാട് മുടി കൊഴിച്ചിലിന് കാരണമാവുന്നു, പല കാര്യങ്ങളും പറയുന്നുണ്ട്. വിറ്റാമിൻ D വെയിൽ കൊള്ളണം, അല്ലെ വെയിൽ കൊള്ളാത്ത ആളുകളിൽ. പക്ഷെ ഇങ്ങനെയുള്ള ഈ വിറ്റാമിൻ D ധാരാളമുള്ള നമ്മുടെ പ്രൊഡക്റ്റ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള, അതായത് നമുക്ക് കാൽസ്യവും ഫോസ്ഫറസും ഒക്കെ വേണമല്ലോ, അതിന്റെ അബ്സോർപ്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും സഹായിക്കുന്ന ഒരു ഘടകമാണ് വിറ്റാമിൻ D എന്നുള്ളത്. അത് BJയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് കഴിക്കുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്. അസ്ഥി ക്ഷയം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് എല്ലുകളുടെ ബലം നിലനിർത്തുന്നതിന്, അസ്ഥികളുടെ ബലം നിലനിർത്താൻ വേണ്ടിയിട്ട്, തേയ്മാനം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വിറ്റാമിൻ D അത്യാവശ്യമാണ്. മുട്ട് സന്ധിയുടെയും തരുണാസ്ഥിയുടെയും സംരക്ഷണത്തിന് അല്ലെ, മുട്ടുസന്ധികൾക്കും കാർട്ടിലേജിനും ഒരുമിച്ച് തന്നെ, അതായത് മൃദുവായ കലകൾക്ക് കേടുപാടുകൾ പെട്ടെന്ന് സംഭവിക്കാം. ആ സംഭവിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ D വലിയ ഹെൽപ്ഫുൾ ആണ്, വലിയ സഹായമാണ്. അത് നമ്മുടെ BJയിൽ ധാരാളം വൈറ്റമിൻ D അടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ BJയിൽ അടങ്ങിയിട്ടുള്ള ഒരു ഘടകമാണ് ബോസ്വെല്ലിയ. എന്താണ് ഈ ബോസെല്ലിയ? ഇതൊരു ഹെർബൽ എക്സ്ട്രാക്റ്റ് ആണ്. ഇതൊരു സസ്യത്തിൽ നിന്നുള്ള സത്താണ് ഈ ഒരു ബോസെല്ലിയ എന്ന് പറയുന്നത്. ശരീരത്തിലെ വീക്കം അല്ലെ, നീർക്കെട്ട്, മുട്ട് വേദന വരുന്ന ആളുകൾക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാവും, അവിടെ നീർക്കെട്ട് ഉണ്ടാവും, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണിത്. അത് മാത്രമല്ല സന്ധികളിലെ തരുണാസ്ഥികൾ നശിക്കുന്നത് തടയാൻ ഇത് വലിയ സഹായം ചെയ്യുന്നുണ്ട്. വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത്, ഇത് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ എൻസൈമുകളെ നിയന്ത്രിക്കാൻ ബോസെല്ലിയ എന്ന ഹെർബൽ എക്സ്ട്രാക്ട് വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പൊ കാരണം തരുണാസ്ഥികൾക്ക് കേടുപാടുകൾ വരുത്തുന്ന എൻസൈമുകളുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നമുക്ക് അടുത്തതായിട്ട് വന്നിട്ടുള്ള ഒരു ഘടകമാണ് നമ്മുടെ BJയിൽ അടങ്ങിയിട്ടുള്ള ഒരു ഘടകത്തിന്റെ ഒരു സ്ലൈഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബ്രോമലൈൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ബ്രോമലൈൻ ഇതൊരു ആന്റി ഇൻഫ്ലമേറ്ററി എൻസൈം ആണ്. ഈ ബ്രോമലൈൻ എന്ന് പറയുന്നത് വീക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന എൻസൈം. സന്ധികളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ഇത് ഏറെ ഉപയോഗപ്രദമാണ്. നെക്സ്റ്റ് ആണ് മാംഗനീസ് എന്ന് പറയുന്നത്. ആക്ടിവേറ്റ്സ് വേരിയസ് എൻസൈംസ് ആൻഡ് അലോങ് വിത്ത് ദം ഹെൽപ്സ് ഇൻ ബിൽഡിംഗ് ഹെൽത്തി ബോൺസ് ആൻഡ് കാർട്ടിലേജ്. ഇത് വിവിധ എൻസൈമുകളെ ഉത്തേജിപ്പിക്കുകയും നമ്മുടെ അസ്ഥികളുടെയും തരുണാസ്ഥികളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. നീർക്കെട്ട് ഉണ്ടാകുന്ന സമയത്ത് സന്ധികൾക്ക് കേടുപാടുകൾ സംഭവിക്കാതെ സംരക്ഷിക്കാനും കൂടി നമ്മുടെ ഈ ഒരു മാംഗനീസ് എന്ന് പറയുന്ന ഒരു ഘടകം വലിയ സഹായം ചെയ്യുന്നു. പിന്നെ നമ്മുടെ BJയിൽ അടങ്ങിയിട്ടുള്ള ഒരു ഘടകമാണ് ബോറോൺ. ഹെൽപ്സ് ഇൻ സ്ട്രെങ്തനിങ് ഓഫ് ബോൺസ്. അസ്ഥികളെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ബോറോൺ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുമാത്രമല്ല ബോറോൺ കാൽസ്യം, മാഗ്നീഷ്യം, വിറ്റാമിൻ D എന്നിവയോടൊപ്പം ചേർന്ന് അസ്ഥികളുടെ ആരോഗ്യത്തിന്, അതായത് ബോൺ മെറ്റബോളിസത്തിന് സുപ്രധാനമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ബോറോൺ എന്ന് പറയുന്നത്. കോപ്പർ അടങ്ങിയിട്ടുണ്ട്. ഹെൽപ്സ് ഇൻ ബിൽഡിംഗ് എസെൻഷ്യൽ പ്രോട്ടീൻ അല്ലെ, കൊളാജൻ. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദി കാർട്ടിലേജ് ഓഫ് ജോയിന്റ്സ് ആൻഡ് ഇൻ ബോൺസ്. പ്രധാന പ്രോട്ടീൻ നിർമ്മാണത്തിന്,
ഈ കോപ്പർ, അതായത് കൊളാജൻ എന്ന അത്യാവശ്യ പ്രോട്ടീൻ നിർമ്മിക്കാൻ കോപ്പർ സഹായിക്കുന്നു. കോപ്പറിന്റെ സാന്നിധ്യം തരുണാസ്ഥിക്കും എല്ലുകളിലും കാണപ്പെടുന്നുണ്ട്, ഈ കോപ്പറേറ്റിന്റെ സാന്നിധ്യം. അപ്പൊ നമ്മളിത് കഴിക്കുന്ന ഇതിലൊരു ഘടകം ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ഗുണം ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ ബീജയിൽ അടങ്ങിയിട്ടുള്ള മിൽക്ക് കാൽഷ്യം എന്ന് പറയുന്നത്. വിവിധ തരം കാൽസ്യങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ച ഉറവിടമായിട്ടാണ് മിൽക്ക് കാൽസ്യത്തെ കണക്കാക്കുന്നത്. അതായത് അസ്ഥികളിലെ കാൽസ്യത്തിന് ഈ ഒരു പാൽ കാൽസ്യം അല്ലെ, മിൽക്ക് കാൽസ്യം ഒരു നല്ല ഉറവിടമായിട്ട് കരുതപ്പെടുന്നുണ്ട്. ഇത് ശരീരത്തിലേക്ക് നന്നായിട്ട് ആഗിരണം ചെയ്യപ്പെടുകയും അബ്സോർബ് വെൽ, വളരെയധികം നന്നായിട്ട് അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. കൂടുതൽ കാൽസ്യം ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. എല്ലുകൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതും അത് തന്നെയാണ്. ഇത് എല്ലുകളുടെയും പേശികളുടെയും ആരോഗ്യത്തോടെയും ബലത്തോടെയും ഉള്ള ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് ആവശ്യമായ ഊർജം നൽകുന്നുണ്ട്. അവിടെയാണ് അതിന്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് മിൽക്ക് കാൽഷ്യത്തിന്റെ. അടുത്തതായിട്ട് വളരെയധികം വെറൈറ്റി ആയിട്ടുള്ള ഒരു ഘടകം നമ്മുടെ അടങ്ങിയിട്ടുണ്ട്, റോസ് ഹിപ്പ് എക്സ്ട്രാക്ട്. നമ്മുടെ സാഷയുടെ മുകളിൽ എല്ലാവരും കണ്ടിരിക്കും, നമ്മുടെ ഈ ഒരു ബീജയുടെ ഉൽപ്പത്തിനുള്ളിലുള്ള സാഷയിൽ കണ്ടിരിക്കും റോസ് ഹിപ്പ് എക്സ്ട്രാക്റ്റിന്റെ ആ ഒരു പിക്ചർ. തെക്കേ അമേരിക്കയിൽ വളരുന്ന സവിശേഷമായ ഒരു റോസാപ്പഴമാണ് റോസ് ഹിപ്പ് എന്ന് പറയുന്നത്. ഇതിൽ ധാരാളം വിറ്റാമിനുകളും ആന്റി ഓക്സിഡന്റുകളും അത്യാവശ്യം ഫാറ്റി അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഫാറ്റി ആസിഡുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ഫുൾ ഓഫ് വൈറ്റമിൻസ്, ആന്റി ഓക്സിഡൻസ് ആൻഡ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്. ഇതിലുള്ള ഗുണകരമായിട്ടുള്ള ഘടകങ്ങൾ സന്ധികളിലെ വീക്കം കുറയ്ക്കാനും സന്ധികൾക്കുണ്ടാകുന്ന കേടുപാടുകൾ തടയാനും സഹായിക്കുന്നുണ്ട്. തരുണാസ്ഥികളെ നശിപ്പിക്കുന്ന ദോഷകരമായിട്ടുള്ള എൻസൈമുകളുടെ ഉത്പാദനം ഇത് കുറയ്ക്കുന്നുണ്ട്. മുട്ടിലെ സന്ധികളിലുള്ള തരുണാസ്ഥികളെ സംരക്ഷിക്കാൻ ഇത് വലിയ സഹായം ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, സന്ധികളിലെ വേദനയും കാഠിന്യവും കുറയ്ക്കാൻ ഈ ഒരു റോസ് ഹിപ്പ് എക്സ്ട്രാക്ട് വളരെയധികം സഹായിക്കുന്നു. സന്ധികളിലെ ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് പെയിൻ ആൻഡ് സ്റ്റിഫ്നെസ്, വീക്കം കുറയ്ക്കാൻ ഇത് വലിയ ഫലപ്രദമാണ്. ഇതൊരു പ്രീ ബയോട്ടിക് ഘടകമാണ്. അതായത് നമുക്ക് ദഹനാരോഗ്യം മെച്ചപ്പെടുത്തുന്ന പ്രീബയോട്ടിക് എലമെന്റ് ഉണ്ട്. നമുക്ക് ശരീരത്തിന്റെ കാൽസ്യം, മാഗ്നീഷ്യം എന്നിവയുടെ ആഗിരണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഒരുപാട് 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 ഗുണങ്ങളുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിരിക്കുന്നതാണ് നമ്മുടെ ബീജ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് 100% റിസൾട്ട് ഉണ്ട് എന്ന് പറയാൻ കാരണം. കാൽസ്യത്തെ ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് ഏറ്റവും ഘടകം പറയുന്ന ഒരു കാര്യമാണ് ഇൻയൂലിൻ ഡയറ്ററി ഫൈബർ അല്ലെ. ഇൻയൂലിൻ ഡയറ്ററി ഫൈബർ വളരെയധികം സഹായിക്കുന്ന ഒരു മിനറൽ എല്ലുകളിൽ, അതായത് എല്ലുകളിൽ ധാതുക്കൾ മിനറൽസ് അടിയുന്നത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. ഹെൽപ്സ് ഇൻ ഇൻക്രീസിങ് ദി ഡെപ്പോസിഷൻ ഓഫ് മിനറൽസ് ഇൻ ബോൺസ്. അത് നമ്മളെ നമുക്കറിയാം, തേയ്മാനം എന്നുള്ള വാക്ക് നമ്മൾ ധാരാളമായിട്ട് കേട്ടിട്ടുണ്ടാവും. എല്ല് ദ്രവിക്കുന്നതിനെ തടയാൻ ഇൻയൂലിൻ ഡയറ്ററി ഫൈബർ സഹായിക്കുന്നു. ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഹെൽപ്സ് ഇൻ പ്രിവെന്റിങ് ബോൺ ലോസ് അല്ലെ. എല്ല് ദ്രവിക്കുന്നതിനെ തടയാൻ വേണ്ടിയിട്ട് ഇൻയൂലിൻ ഡയറ്ററി ഫൈബർ വളരെയധികം സഹായിക്കുന്നുണ്ട്. അടുത്തൊരു ഘടകമാണ് മാഗ്നീഷ്യം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് മിനറൽസ് ഇൻ ദി ഫോർമേഷൻ ഓഫ് ബോൺസ്. അസ്ഥികളുടെ നിർമ്മാണത്തിന് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ധാതുക്കളിൽ ഒന്നാണ് ഈ മാഗ്നീഷ്യം എന്ന് പറയുന്നത്. മാഗ്നീഷ്യം ഒരു മിനറൽ അല്ലെ, ധാതുവാണ്. ആ ഒരു മാഗ്നീഷ്യത്തിന്റെ ഗുണം എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മുടെ ശരീരത്തില് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മാഗ്നീഷ്യം ആവശ്യമാണെന്ന് നമുക്ക് പലർക്കും അറിയാം. ശരീരത്തിൽ മാഗ്നീഷ്യത്തിന്റെ പകുതിയും എല്ലുകളിലാണ് അടങ്ങിയിരിക്കുന്നത്. അതായത് നമുക്ക് ഈ മുതിർന്ന ആളുകളുടെ ഭക്ഷണത്തിൽ സാധാരണയായിട്ട് ആവശ്യത്തിന് മാഗ്നീഷ്യം ഉണ്ടാകാറില്ല അല്ലെ. അപ്പൊ കൂടാതെ ശരീരത്തിലേക്കുള്ള ഈ ഒരു പ്രായമാകുന്ന സമയത്ത് ശരീരത്തിലേക്കുള്ള ഇതിന്റെ ആഗിരണവും അബ്സോർപ്ഷനും വളരെ കുറവായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രായമാകുന്നതിനനുസരിച്ചും മാഗ്നീഷ്യത്തിന്റെ കുറവ് മൂലവും എല്ലുകൾക്ക് ബലക്കുറവ് സംഭവിക്കാം. അവ എളുപ്പത്തിൽ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതെല്ലാം അടങ്ങിയിട്ടുള്ള പോഷകാഹാരം നമ്മൾ കഴിക്കുമ്പോൾ ഇതിനെല്ലാം സൊല്യൂഷനായി. മാത്രമല്ല, ഈ ഘടന മാറിപ്പോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. എല്ലുകൾ വളഞ്ഞു പോകുന്നു, ചില ആളുകൾ കൂന്നു നടക്കുന്നത് കാണാം, വളഞ്ഞു നടക്കുന്നത് കാണാം അല്ലെ. എല്ല് വളയുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഘടനയുടെ ബാലൻസ്, ആ ഘടനയെ ബലപ്പെടുത്താനും അതിനെ വളരെ നിവർത്തി നിർത്താനും വേണ്ടിയിട്ട് ഈ ഒരു സഹായിക്കുന്ന ഒരു ഘടകമാണിത്. എല്ലുകളിലെ മിനറൽ
ഡെൻസിറ്റി ബോൺ മിനറൽ ഡെൻസിറ്റി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ വളഞ്ഞൊന്നും പോവില്ല. നമ്മുടെ ഇതിന്റെ ഈ ഒരു ഘടകം നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട്, ഈ ഒരു ധാതു, ഈ ഒരു മിനറൽ നമ്മുടെ ബോഡിയിൽ നമ്മൾ എത്തുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഒരു മിനറൽ നമ്മുടെ ബീജയിൽ അടങ്ങിയിട്ടുണ്ട്. എല്ലുകളെയും സന്ധികളൊക്കെ ആരോഗ്യത്തോടെ നിലനിർത്തുന്ന പ്രധാനപ്പെട്ട പോഷകങ്ങൾ വലിയ അളവിൽ നമുക്ക് ആവശ്യമാണ് എന്ന് നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോ ഇത്ര നല്ലൊരു പ്രൊഡക്റ്റ് ന്യൂട്രിചാർജ് ബീജ എന്ന് പറയുന്നത് അല്ലെ, എല്ലുകളും സന്ധികളും ആരോഗ്യത്തോടെ നമുക്ക് എന്താ പറയാ നിലനിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോഷകങ്ങൾ വലിയ അളവിൽ നമുക്ക് ആവശ്യമാണ്. അപ്പോ സാധാരണ നമുക്ക് വലിപ്പമുള്ള ഒരു ടാബ്ലറ്റില്, അതായത് ഇത്രയും ഘടകങ്ങൾ നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു. മിൽക്ക്, കാൽഷ്യം, വൈറ്റമിൻ K27, ഇനൂലിൻ, ഡയറ്ററി ഫൈബർ, വൈറ്റമിൻ D, മഗ്നീഷ്യം, ഇതെല്ലാം നമ്മുടെ ബോൺ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലൂക്കോസാമിൻ ഹൈഡ്രോക്ലോറൈഡ്, റോസിക് എക്സ്ട്രാക്ട്, ബോസ്ഫിലിയ, വൈറ്റമിൻ K27 തുടങ്ങി ഒരുപാട് ഘടകങ്ങളെ കുറിച്ച് നമ്മൾ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ഗ്ലൂക്കോസാമിൻ ഹൈഡ്രോക്ലോറൈഡിന്റെ ഒക്കെ ഗുണങ്ങൾ നമ്മൾ എത്ര പറഞ്ഞു അല്ലെ. അപ്പൊ MSMന്റെ ഗുണം പറഞ്ഞു നമ്മള്. Why should NutriCharge BJ sachet and tablet to be taken together? എന്തുകൊണ്ടാണ് ആളുകൾക്ക് സംശയം ഉണ്ടാവും, ടാബ്ലറ്റ് മാത്രം കഴിച്ചാൽ മതിയോ, സാഷേ മാത്രം കഴിച്ചാൽ മതിയോ, രണ്ടും കൂടെ കഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മളിത് കഴിക്കേണ്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് സാധാരണ വലിപ്പമുള്ള ഒരു ടാബ്ലറ്റിൽ മാത്രം ഇത്രയും വലിയ അളവിൽ പോഷകങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളത് പ്രയാസമാണ്. അപ്പൊ അതിനാൽ തന്നെ വലിയ അളവിലുള്ള അത്യന്താപേക്ഷിതമായിട്ടുള്ള പോഷകങ്ങൾ പൗഡർ രൂപത്തില് നമ്മള് സാഷയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയ അളവിൽ ആവശ്യമുള്ള പോഷകങ്ങൾ ടാബ്ലറ്റിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ അടങ്ങി നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഇനി നമുക്ക് വരുന്നൊരു സംശയമാണ്, ഹൂ ഷുഡ് ടേക്ക് ഇറ്റ്? ആർക്കൊക്കെ ഉപയോഗിക്കാം, ആർക്കെല്ലാം കഴിക്കാം ന്യൂട്രിചാർജ് BJ? പീപ്പിൾ ഹൂ ഹാവ് നീ പെയിൻ ഷുഡ് ടേക്ക് ന്യൂട്രിചാർജ് BJ റെഗുലർലി. ആർക്കൊക്കെ കാൽമുട്ട് വേദന ഉണ്ടോ എല്ലാവർക്കും BJ സ്ഥിരമായിട്ട് ഉപയോഗിക്കാം. ഹൗ ടു ടേക്ക് ഇറ്റ്? എങ്ങനെയാണ് കഴിക്കേണ്ടത്? Dissolve the powder from the sachet in a glass of water and take it along with the tablet. സാഷയിലെ പൗഡർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി ടാബ്ലറ്റിനോടൊപ്പം കഴിക്കുക. How long should it be taken? എത്ര കാലം കഴിക്കാം? Take daily for at least 3 months. കുറഞ്ഞത് 3 മാസമെങ്കിലും ദിവസവും ഇത് കഴിക്കേണ്ടതാണ് മികച്ച ഫലം കിട്ടാൻ. അതായത് സിവിയർ പെയിൻ ഒക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ച് 3 മുതൽ 6 മാസം വരെ കഴിക്കുക ബെസ്റ്റ് റിസൾട്ടിന് വേണ്ടിയിട്ട്. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം, eat a balanced diet, exercise regularly, adopt an active lifestyle. പതിവായിട്ട് വ്യായാമം ചെയ്യുക അല്ലെ, ഈറ്റ് എ ബാലൻസ്ഡ് ഡയറ്റ്, സമീകൃത ആഹാരം കഴിക്കുക, പതിവായിട്ട് വ്യായാമം ചെയ്യുക, അഡോപ്റ്റ് ആൻ ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ, ചടഞ്ഞുകൂടി ഇരിക്കാതെ സജീവമായ ഒരു ജീവിത ശൈലി സ്വീകരിക്കുക. ഇതിന്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില വിവരങ്ങൾ എന്ന് പറയുന്നത്, കഴിക്കേണ്ട സമയത്തെ കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. കഴിക്കേണ്ട സമയം വൈകുന്നേരം 5 മണിക്കും 7 മണിക്കും ഇടയിൽ കഴിക്കുന്നതാണ് ഉചിതം. തുടക്കത്തിൽ ചിലർക്ക് കാൽമുട്ട് വേദന കൂടാൻ സാധ്യതയുണ്ട്. അത് സിവിയർ വേദനയുള്ള ഒക്കെ ഒരുപാട് പഴക്കമുള്ള അല്ലെ മുട്ടുവേദനയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യമൊക്കെ കുറച്ച് കഴിക്കുന്ന സമയത്ത് വേദന കൂടാം എന്ന് വെച്ച് പ്രൊഡക്റ്റ് നിർത്തി കഴിഞ്ഞാൽ യാതൊരു റിസൾട്ടും കിട്ടില്ല. എന്നാൽ അത് പിന്നീട് കുറയും. ആ വേദനയൊക്കെ പിന്നീട് മാറിയിട്ട് പൂർണ്ണ സുഖം പ്രാപിക്കും നമ്മൾ ക്ഷമിച്ച് കഴിച്ചു കഴിഞ്ഞാൽ. അതുപോലെ ചിലർക്ക് ചെറിയ വയറുവേദന അനുഭവപ്പെടാം. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. നമ്മൾ എന്തെങ്കിലും ഒരു മരുന്ന് കഴിക്കുന്ന സമയത്ത് നമ്മൾ വിശ്വാസത്തോടെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണ സുഖം കിട്ടും. മികച്ച ഫലം കിട്ടാൻ വേണ്ടിയിട്ട് ന്യൂട്രിചാർജ് BJ കഴിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് നമ്മൾ PVMFOG ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്ന് പറയുന്നുണ്ട്. നമ്മൾ RCMകാർക്ക് പല ആളുകൾക്കും അറിയുമായിരിക്കും. പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ അല്ലെ, ഒമേഗ, ഗാമ ഒറൈസനോൾ, ഇതാണ് PVMFOG ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അത് 2 ആഴ്ച മുമ്പ് അത് കഴിച്ചു തുടങ്ങിയിട്ട് ആ 2 ആഴ്ചക്ക് ശേഷം അതിനോടൊപ്പം തുടർന്നും PVMFOG കഴിക്കുക, അതിനോടൊപ്പം BJയും കൂടെ കഴിച്ചു തുടങ്ങിയാല് 100% റിസൾട്ട് ആയിരിക്കും, 101% റിസൾട്ട് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. കാരണം PVMFOG ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വ്യക്തികളില് ഒരു വല്ലാത്ത എന്താ പറയാ ഇതുവരെ കണ്ട ലൈഫ് ആയിരിക്കില്ല പിന്നീട് അവിടെ അങ്ങോട്ട് ഉണ്ടാവുക. ശരീരം വളരെയധികം ആരോഗ്യത്തോട് കൂടിയിട്ട് എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് RCM മെമ്പേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്.
അപ്പൊ നമുക്ക് നമ്മൾ ഇത്രയും സംസാരിച്ചു ന്യൂട്രിചാർജ് ബീജയെ കുറിച്ച്. അപ്പൊ എന്താണ് അതിന്റെ റേറ്റ് എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ മുട്ടുവേദനയുടെ ശസ്ത്രക്രിയയൊക്കെ ഉണ്ടല്ലോ, അത് ലക്ഷങ്ങളുടെ കളിയാണ്. 4 ലക്ഷത്തിൽ കുറഞ്ഞ ഒരു ശസ്ത്രക്രിയ നടന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. എന്നാൽ ഇങ്ങനെയുള്ള ഇത്രയും മഹത്തരമായ, ഇത്രയും നമ്മളെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഈ ഒരു പ്രൊഡക്റ്റിന്റെ MRP എന്ന് പറയുന്നത് വെറും 3111 രൂപ മാത്രമേ ഉള്ളൂ. നമ്മൾ RCMകാരെ സംബന്ധിച്ച്, നമ്മൾ RCM ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ച് നമുക്ക് 2492 രൂപയ്ക്ക് അത് ലഭിക്കും. അതിന്റെ പർച്ചേസ് വോളിയം എന്ന് പറയുന്നത് 2100 സെയിൽസ് ബെനിഫിറ്റ് നമുക്ക് നോക്കാം. ന്യൂട്രിചാർജ് ബീജ ഇത്രയും നമ്മൾ കേട്ടതല്ലേ. ആളുകളോട് നമുക്ക് സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ, സമൂഹത്തോട് നമുക്ക് സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ, ആളുകൾക്ക് ഇത് കൊടുത്തിട്ട് നമുക്ക് എന്താ പറയുക, സോഷ്യൽ സർവീസ് ആഗ്രഹിക്കുന്നവർക്ക്, അതിനോടൊപ്പം ഒരു വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് എന്താണ് ഇത് കൊടുക്കാനുള്ള ഒരു കാര്യം നമുക്ക് നോക്കാം. ഒരു ഒറ്റ ബീജെ, ന്യൂട്രിചാർജ് ബീജെ നമ്മൾ ഒരാൾക്ക് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയാൽ, നമ്മൾ ആ ആൾക്ക് 3111 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 619 രൂപയാണ് ഒരൊറ്റ പ്രൊഡക്റ്റിന്റെ മുകളിൽ. അത് 5 എണ്ണമായി കഴിഞ്ഞാൽ 3095 രൂപ നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. 10 എണ്ണമായി കഴിഞ്ഞാൽ 6190 രൂപ നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. 20 എണ്ണം നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് 12380 രൂപ നമുക്ക് ലാഭമുണ്ട്. 30 എണ്ണം നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയാൽ 18570 രൂപ നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. 30 എണ്ണം എന്ന് പറഞ്ഞാൽ ഒരു മാസം നമ്മൾ ഒരു ദിവസം 1 കൊടുക്കാൻ തീരുമാനിച്ചാൽ, അങ്ങനെ നമ്മൾ 30 ദിവസം, ഒരു മാസം നമ്മൾ ഈ 30 എണ്ണം കൊടുക്കാൻ നമുക്ക് സാധിച്ചാലുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇവിടേക്ക് നോക്കൂ, 30,388 രൂപ മൊത്തം നമുക്ക് കിട്ടും. എന്തെല്ലാം കാര്യങ്ങൾ വേറെ കിട്ടുന്നുണ്ട് നമുക്ക്. MRPക്ക് നമ്മൾ വാങ്ങിച്ച ഉൽപ്പന്നം അല്ലെ, 30 ദിവസം കൊണ്ട് നമ്മൾ 30 എണ്ണം വിറ്റ് കഴിഞ്ഞാലുള്ള നമുക്ക് കിട്ടുന്ന പർച്ചേസ് വോളിയം, നമുക്ക് ആ ഒരു പർച്ചേസ് വോളിയം കമ്മീഷൻ, നമുക്ക് ലഭിക്കുന്ന ഫ്രീ പ്രോഡക്ട്സ്, ക്യാഷ് അവാർഡ്, എല്ലാം കൂടെ 30,388 നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് ലേഡീസ്, ഒരുപാട് പുരുഷന്മാര്, ഒരുപാട് പ്രൈവറ്റ് മേഖലയിൽ നമ്മുടെ ജീവിതത്തിലെ വിലപിടിച്ച സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെ നല്ല കാലം എന്താ പറയാ, ചിന്തിക്കാൻ പോലും സമയമില്ലാതെ ഓടിപ്പിഴച്ച് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന സെക്ടറിൽ പോലും കിട്ടാത്ത വരുമാനമാണ് ഇവിടെ ഒരു മാസം നമ്മുടെ PJ കൊടുക്കുന്നതോടെ കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു 20 എണ്ണം കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഉണ്ടല്ലോ 12,380 രൂപ. ഇത്ര പോലും വരുമാനം മാസം കിട്ടാത്ത ഒരുപാട് ലേഡീസ് പ്രൈവറ്റ് മേഖലയിൽ കിടന്ന് കഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് അറിയുന്ന ആളുകൾ ഉണ്ടായിരിക്കും. നമുക്കറിയാം, ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ആശ്വാസമായിട്ട് ഈ ഒരു BJ സൊസൈറ്റിക്ക് നന്മ ചെയ്തുകൊണ്ട് ഈ ഒരു പണം ഉണ്ടാക്കാനും നന്മ ചെയ്യാനും വേണ്ടി എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. മേരാ ചാർജ് ന്യൂട്രി ചാർജ്. താങ്ക് യു GRCM.